താഴേക്കാവിലെ ഏഴിലമ്പാല. അത് അമ്മാത്ത വീടിന്റെ കിളിവാതിലിലൂടെ നോക്കിയാൽ നല്ല പാകത്തിന് കാണാം. എന്റെ ശ്രദ്ധ മുഴുവനും ആ പാലമരത്തിന്റെ തലപ്പിലേക്കായിരുന്നു. കഴിഞ്ഞ വൃശ്ചികത്തിലും ധനുവത്തിലും അത് പൂത്തില്ലെന്ന് മുത്തശ്ശി പരാതി പറഞ്ഞിരുന്നു. എന്തേ അതിങ്ങനെ പൂക്കാതെ നിൽക്കുന്നത്? ഞാൻ ഓരോന്നോർത്തങ്ങനെ നിൽക്കുന്ന നേരത്ത് പിന്നിൽ ഒരു കാലൊച്ച കേട്ടു. ബാലു ഇതുവരെ ഉറങ്ങിയില്ലേ? കോണിപ്പടി കയറി മുകളിലേക്ക് വന്ന നാരായണി മുത്തശ്ശിയുടേതായിരുന്നു ആ ചോദ്യം. അല്പം കുനിഞ്ഞ് വലത് കൈ കാൽമുട്ടിൽ പിടിച്ചുകൊണ്ടായിരുന്നു മുത്തശ്ശിയുടെ നിൽപ്പ്. വയ്യാത്ത കാലം വെച്ചുകൊണ്ട് മുത്തശ്ശി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? മുട്ട് തടവിക്കൊണ്ട് മുത്തശ്ശി മെല്ലെ കിടക്കയുടെ ഒരരികിലിരുന്നു. ഇത്ര നേരമെന്ന് വെച്ചാ ആരോടും മിണ്ടാതിരിക്കുക. ഇവിടെ ഒന്നിനും സൗകര്യമില്ലെന്ന് പറഞ്ഞ് നിന്റെ അമ്മാവൻ ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചതോടെ ഞാനിവിടെ ഒറ്റക്കായില്ലേ. ഇടക്ക് ഭാര്യയും മക്കളുമായി അവൻ ഇങ്ങോട്ട് വരുമെങ്കിലും ഒരു ദിവസം അന്തിയുറങ്ങി അങ്ങ് പോകും. അവനൊട്ട് മിണ്ടാനും നേരമില്ല, ഒന്നും കേൾക്കാനും നേരമില്ല. മുത്തശ്ശി പരാതികൾ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ കിളിവാതിനരികിൽ നിന്ന് കട്ടിലിന്റെ കാൽച്ചുവട്ടിൽ വന്നിരുന്നു. അത് പോട്ടെ, നീ എന്താ ഉറങ്ങാഞ്ഞത്? ഈ ജനലിങ്ങനെ തുറന്നിട്ടാൽ കൊതുക് കയറില്ലേ? ജനലും കൂടി അടച്ചാൽ എങ്ങനെയാ മുത്തശ്ശി ഈ മുറിക്കകത്തിരിക്കാൻ കഴിയുക? എന്താ ഒരു ചൂട്! ഫാനിന്റെ കാറ്റിന് പോലും വല്ലാത്തൊരു ചൂടാ. ഇക്കൊല്ലം ചുട്ടു പൊള്ളണ ചൂടാ. തൊടിയിലെ മരങ്ങളും താഴേക്കാവിൽ നിൽക്കുന്ന മരങ്ങൾ പോലും ഉണങ്ങാറായിരിക്കുന്നു. മഴ പെയ്തിട്ട് എത്ര നാളായി? മുത്തശ്ശിയുടെ സംസാരത്തിൽ സങ്കടം നിഴലിച്ചു. രാജൻ അവന്റെ പുതിയ വീട്ടിലേക്ക് വിളിച്ചതാ. ഞാൻ പോയില്ല. ഇവിടം വിട്ട് എങ്ങോട്ടും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മണ്ണിലാ നിന്റെ മുത്തശ്ശൻ ഉറങ്ങുന്നത്. അതിനാൽ ഈ വീട് വിട്ടു പോകാൻ എനിക്ക് എങ്ങനെ കഴിയും? മുത്തശ്ശി തന്റെ സങ്കടങ്ങൾ പറയുന്നതിനിടയ്ക്ക് വലിയ ശബ്ദത്തോടെ കറങ്ങിക്കൊണ്ടിരുന്ന പഴഞ്ചൻ ഫാൻ അതിന്റെ കറക്കം നിർത്തി നിശ്ചലമായി. കറണ്ട് പോയിരിക്കുന്നു. അതോടെ മൊബൈൽ ടോർച്ച് തെളിച്ചുകൊണ്ട് ഞാൻ മുത്തശ്ശിയുടെ കൈയും പിടിച്ച് അറുപഴഞ്ചൻ ഗോവണിപ്പടി ഇറങ്ങി താഴെ ഇറയത്തേക്ക് നടന്നു. വടക്ക് വശത്ത് അടുക്കളയോട് ചേർന്നുള്ള ചാണകം മെഴുകിയ ആ ഇറയത്ത് ഒരു പുൽപ്പായ വിരിച്ച് ഞാൻ ഇരുന്നു. ഈ പട്ടിക്കാട് രാജനും അവന്റെ മക്കൾക്കും ഒട്ടും ഇഷ്ടമല്ല. കഴിഞ്ഞിടക്ക് ഇത് വിൽക്കണമെന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. അതിന് ഞാൻ സമ്മതിക്കാഞ്ഞത് കൊണ്ടാ ബഹളം വെച്ച് തിടുക്കത്തിൽ അവൻ താമസം മാറിയത്. മുത്തശ്ശി ഇറയത്തിരുന്ന ഓട്ടുവിളക്കിന് തിരികൊളുത്തി കാലുകൾ നീട്ടി പിണച്ചു വെച്ച് ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. താഴേക്കാവിൽ നിന്ന് ആ ഭാഗത്തേക്ക് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ തിണ്ണയിൽ അങ്ങനെ കിടന്നപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി. ബാലു ഉടനെ മടങ്ങുമോ? മുത്തശ്ശി കുറച്ചൊന്ന് ആലോചിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചു. മുത്തശ്ശി വിഷമിക്കണ്ട, താഴേക്കാവിലെ തുള്ളൽ കഴിഞ്ഞേ ഞാൻ പോകൂ. മുത്തശ്ശിയുടെ മുഖം തെളിഞ്ഞു. ചിമ്മിണി വിളക്കിന് ചുറ്റും ഒന്ന് രണ്ട് ഈയലുകൾ പറന്ന് വട്ടം കറങ്ങി. അഗ്നിയുടെ ചൂടറിഞ്ഞിട്ടും അവ അകന്ന് മാറിയില്ല. ഇനി ജീവൻ പോകും വരെ ആ ഈയലുകൾ തീനാളത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കും. ചിലർ അങ്ങനെയാണ്. അപകടമാണെന്നറിഞ്ഞിട്ട് കൂടിയും അകന്നു പോകാനാവാതെ അവ മരണത്തിനിരയാകും. തെളിഞ്ഞ ആകാശം, നക്ഷത്രത്തരികൾ വാരി വിതറി അതങ്ങനെ അനന്തമായി കാണപ്പെട്ടു. നിലാവിൽ വൃക്ഷത്തലപ്പുകൾ നിഴൽ വിരിച്ച മുറ്റത്തേക്ക് നോക്കി ഞാൻ ഓരോന്നാലോചിച്ചങ്ങനെ കിടന്നു. എന്റെ ചുരുളൻ തലമുടിയിൽ വിരലുകൾ ഓടിച്ചുകൊണ്ട് മുത്തശ്ശി എന്നോട് ചോദിച്ചു, വന്നപ്പോൾ മുതൽ നീ വലിയ ആലോചനയിലാണല്ലോ, എന്താ കാര്യം? താഴേക്കാവിലെ ഏഴിലമ്പാല എന്തേ ഇക്കൊല്ലം പൂക്കാഞ്ഞത് മുത്തശ്ശി? ഞാൻ അരുതാത്തതെന്തോ ചോദിച്ചതുപോലെ മുത്തശ്ശി എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കി. ഈ രാത്രി സമയത്ത് നിനക്കിതാ ഇപ്പൊ ചോദിക്കാൻ കണ്ടത്? ചോദിച്ചതിനോടൊപ്പം തന്നെ മുത്തശ്ശിയുടെ നോട്ടം താഴേക്കാവിലെ ഏഴിലമ്പാലയുടെ തലപ്പിലേക്ക് നീണ്ടു. പിന്നെ ഏറെ നേരം അവർ ആ ഇരുട്ടിലേക്ക് കണ്ണും നട്ടിരുന്നു. പൊക്കം കുറഞ്ഞ വാതിലിനരികിലെ ട്യൂബ്ലൈറ്റ് കണ്ണഞ്ചിപ്പിക്കുന്ന വെട്ടത്തോടെ മിന്നിത്തെളിഞ്ഞപ്പോൾ മുത്തശ്ശി ആ നോട്ടം പിൻവലിച്ചു.
കറണ്ട് വന്നു ബാലു, നീ അകത്ത് പോയി കിടക്കൂ. നേരെ ഇരുട്ടിയിരിക്കുന്നു. ഇറയത്ത് ഇനി ഇങ്ങനെ കിടക്കേണ്ട. മുത്തശ്ശി പൊക്കോ, ഞാൻ അല്പനേരം കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം. നാരായണി മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയതും ഞാൻ ഇറയത്തെ പുൽപ്പായയിൽ നീണ്ടു നിവർന്നു കിടന്നു. ദില്ലിയിലെ കൊടുംചൂടിൽ നിന്ന് ആലപ്പുഴയിലുള്ള എന്റെ അമ്മാത്തെ വീട്ടിലേക്ക് പോന്നപ്പോൾ നാട്ടിലും ഇത്ര ചുട്ടുപൊള്ളിക്കുന്ന ചൂടായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഓഫീസിൽ നിന്ന് 1 മാസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട്. തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് സ്വസ്ഥമായി ആരുടെയും ശല്യമില്ലാതെ ആ അവധിക്കാലം ഇവിടെ ചിലവിടണം. തറവാട്ട് വീടിന് പിന്നിലൂടെ ഒഴുകുന്ന തോടിനക്കരയിൽ നിന്ന് ഒരു ചെറു കാറ്റ് വീശിയെത്തി. ആ കാറ്റേറ്റ് ചിമ്മിണി വിളക്കണഞ്ഞു. കണ്ണഞ്ചിപ്പിക്കുന്ന ട്യൂബ്ലൈറ്റിന്റെ വെട്ടത്തിൽ എനിക്ക് ഉറക്കം വന്നില്ല. ലൈറ്റ് ഓഫ് ആക്കിയിട്ടും നേർത്ത നിലാവെളിച്ചമുണ്ടായിരുന്നു. ചെറുതോടിന് കുറുകെയുള്ള തടിപ്പാലം കടന്നെന്നാൽ താഴെ കാവിലെത്താം. കനത്ത ചൂടിൽ തോടിനക്കരയിൽ നിന്ന് വീശിയെത്തിയ കാറ്റേറ്റ് എനിക്കേറെ ആശ്വാസം തോന്നി. ഇടയ്ക്ക് തോട്ടിലെ വെള്ളത്തിന്റെ അനക്കം കേട്ടാണ് ഞാൻ മയക്കത്തിൽ നിന്നുണർന്നത്. മുള്ളൻ പായലുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന പച്ചത്തവളകൾ വെള്ളത്തിലേക്ക് ചാടിയതാവാം. ഞാൻ തിരിഞ്ഞു കിടക്കാൻ ഭാവിക്കവേ തോട്ടിൻകരയിൽ നിന്ന് കടമ്പ മരച്ചുവട്ടിൽ ആരോ ഒരാൾ നിൽക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പായയിൽ നിന്ന് ചാടി എണീറ്റു. ആരാ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ കടമ്പമര ചുവട്ടിൽ നിന്നയാളെ കാണാതെയായി. ഞാൻ വെപ്രാളത്തോടെ കണ്ണു തിരുമ്മി വീണ്ടും നോക്കി. ഇല്ല, അവിടെ ആരുമില്ല. എന്റെ തോന്നലാവാം എന്ന് വിചാരിച്ച് ഞാൻ ചുമരിന് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു. കണ്ണു തുറന്നപ്പോൾ കേട്ട ആ ശബ്ദം എന്നിൽ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കി. ചെറുപ്പകാലം ഓർമ്മപ്പെടുത്തിയ രാക്കുയിലിന്റെ കൂകൽ. നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് ഇവന്റെ ഈ സംഗീതം കേൾക്കുന്നത്. ഏതാണ്ട് 3 മണിയോടടുത്താണ് ഇവന്റെ ഈ പാട്ടുകച്ചേരി സാധാരണ കേൾക്കുന്നത്. കുട്ടിക്കാലത്ത് ഈ കിളിപ്പാട്ട് കേട്ടാണ് ഞാൻ ഉണർന്നിരുന്ന് പരീക്ഷാക്കാലത്ത് പഠിച്ചിട്ടുള്ളത്. ഞാൻ അടുത്തിരുന്ന എന്റെ മൊബൈലിൽ നോക്കി. മണി 3:30 കഴിഞ്ഞിരിക്കുന്നു. താഴെക്കാവിൽ നിന്ന ഏതോ മരത്തിൽ നിന്നാണ് രാക്കുയിൽ എന്നെ കൂകി ഉണർത്തിയത്. ആ വിരുദ്ധനെ ഒന്ന് കാണാനായി ഞാൻ ഉറക്കം വിട്ടെണീറ്റ് എത്തി നോക്കി. നല്ല നിലാവെളിച്ചമുണ്ടായിരുന്നിട്ട് കൂടിയും മറഞ്ഞിരുന്ന് കൂവുന്ന ആ കിളിയെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. പണ്ട് ഉത്സവകാലത്തും അവധിക്കാലത്തും അമ്മാത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ കിളിയുടെ കൂവൽ കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുമായിരുന്നു, കുഴി വെട്ടിയാടാ, കുഴി വെട്ടിയാടാ എന്നാ ആ കിളി ഇരുന്ന് ചോദിക്കുന്നതെന്ന്. ഉടനെ തന്നെ ആരുടെയെങ്കിലും മരണവാർത്ത കേൾക്കുമെന്ന് അന്ന് മുത്തശ്ശൻ പറഞ്ഞു പേടിപ്പിക്കുമായിരുന്നു. പിന്നീട് കിളിയുടെ കൂവൽ കേട്ട് ചെവിയും കുത്തി ഓടി ഒളിച്ചിരുന്ന എന്നോട് മുത്തശ്ശിയാ പറഞ്ഞത് അത് രാക്കുയില. രാത്രിഗാനം ആലപിക്കാറുള്ള ഇവന്റെ പാട്ട് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴിവെട്ടിയാടാ കുഴിവെട്ടിയാടാ എന്നല്ല ആ കിളി ചോദിക്കുന്നത്, മറിച്ച് നീ എണീക്കടാ നീ എണീക്കടാ എന്നാ അത് പറയുന്നതെന്ന്. പ്രകൃതിയുടെ അലാറം. പിന്നെ അങ്ങോട്ട് ഇവന്റെ കിളിനാദം കേട്ടാ ഞാൻ ഉണർന്നിരുന്നത്. പാട്ടുകാരൻ കിളിയെ കാണാനുള്ള ആഗ്രഹത്താൽ ഫോണും കയ്യിലെടുത്ത് ഞാൻ ഇറയത്ത് നിന്ന് തോട്ടിൻകരയിലേക്ക് നടന്നു. തടിപ്പാലം കടന്ന് അക്കരയിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ താഴെ കാവ് കാണാം. സർപ്പശിലകളും ചിത്രകൂടങ്ങളും നിലാവെളിച്ചത്തിൽ തെളിഞ്ഞു നിന്നു. വള്ളിപ്പടർപ്പുകൾ പടർന്നു കയറിയ വലിയ മരങ്ങളുടെ നിഴലുകൾ സർപ്പശിലകളിൽ പതിഞ്ഞിരിക്കുന്നു. കാറ്റത്ത് ആ നിഴലുകൾക്ക് അനക്കം വെച്ചു. മഞ്ഞൾപ്പൊടി പൂശിയ ആ കൽവിഗ്രഹങ്ങൾ എന്നിൽ ഭയമുണർത്തി. കരിയിലകളിൽ എന്റെ കാൽപാദം പതിഞ്ഞപ്പോൾ ഉണ്ടായ ശബ്ദം കേട്ട് ഏതോ മരക്കൊമ്പിലിരുന്ന ഒരു പക്ഷി ചിറകടിച്ച് ദൂരേക്ക് പറന്നുയർന്നു. ഒരു പക്ഷേ ഞാൻ തിരഞ്ഞു വന്ന രാക്കുയിലായിരിക്കാം അത്. ഈ വർഷത്തെ കടുത്ത വേനലിൽ
കാവിൽ നിൽക്കുന്ന മരങ്ങൾ പകുതിയും ഇല കൊഴിഞ്ഞാണ് നിൽപ്പ്. നിലത്താകെ കരിയിലകളാണ്. മാടിടിഞ്ഞുപോയ സർപ്പക്കുളത്തിലെ വെള്ളം പകുതി മുക്കാലും വറ്റിയിരിക്കുന്നു. എന്നിരുന്നാലും അതിനൊത്ത നടുവിൽ നാട്ടിരിക്കുന്ന കൽത്തൂണിന് മുകളിൽ ഒരു കരിയിരുളൻ പാമ്പ് മണം വിടർത്തി ചുറ്റി വളഞ്ഞിരിക്കുന്നു. അങ്ങനെയൊരു കാഴ്ച താഴേക്കാവിലെ സർപ്പക്കുളത്തിൽ പതിവുള്ളതാണ്. കുട്ടിക്കാലം തൊട്ടേ ആ കാഴ്ച കണ്ടതുകൊണ്ടാവാം വലിയ പേടിയൊന്നും അപ്പോൾ എനിക്ക് തോന്നിയില്ല. എൻ്റെ ഈ നേരത്തുള്ള വരവ് അതിനൊരു ശല്യമായാലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാനൊരുങ്ങവേ കൽത്തൂണിന് മുകളിൽ ചുറ്റി വളഞ്ഞിരുന്ന നാഗം തല വെട്ടിച്ച് ചിത്രകൂടത്തിനരികിലേക്ക് നോക്കിയത്. നേർത്ത നിലാവെളിച്ചത്തിൽ നിഴൽ വിരിച്ച് നിന്ന പാലമരത്തിന് മുകളിൽ നിന്ന് എന്തോ ഒന്ന് താഴെ കൂന്നിറങ്ങിയതുപോലെ ഞാൻ കണ്ടു. ഭയം കൊണ്ട് കാലുകൾ വിറവുണ്ടെങ്കിലും സംഭവം എന്താണെന്നറിയാൻ ഞാൻ നിന്നെടുത്ത് നിന്ന് എത്തി വലിഞ്ഞു നോക്കി. ലൈറ്റ് ഹൗസിലെ വെള്ളിവെട്ടം പാഞ്ഞു മാറിയതുപോലെ എന്തോ ഒന്നായിരുന്നു അത്. വെളുവെളുത്ത വെളിച്ചമാണോ അത്, അതോ വെള്ളി നിഴലാണോ? എനിക്ക് വ്യക്തമായില്ല. ഞാൻ തിടുക്കത്തിൽ അവിടെ നിന്ന് മുന്നോട്ട് നടന്നതും മരങ്ങൾക്ക് പിന്നിൽ എവിടെയോ നിന്ന് പാദസരം കിലുങ്ങുന്നതുപോലെയുള്ള ഒരുതരം ശബ്ദം കേട്ടു. ബാല്യകാലത്ത് മുത്തച്ഛൻ പറഞ്ഞു കേൾപ്പിച്ച കഥയിലെ കാവിലെ യക്ഷിയെ അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. കസവ് പുടവയും ചുറ്റി മുറ്റത്തെ നീളമുള്ള മുടി ഒരു വശത്തേക്ക് മടക്കി ചുറ്റിക്കെട്ടി ഓലക്കുടയും പിടിച്ച് കാവിലേക്കുള്ള ഇടവഴിയിൽ പ്രത്യക്ഷപ്പെടുന്ന യക്ഷി. മുത്തശ്ശൻ പറയുന്ന യക്ഷിക്കഥ കേട്ടാൽ ഭയമല്ല തോന്നുക, മറിച്ച് നിധിയുടെ കാവൽക്കാരിയായ സുന്ദരിയായ യക്ഷിയോട് പ്രണയമാണ് തോന്നുക. കാവിലെ മരങ്ങൾക്കിടയിൽ തങ്ങി നിന്ന ഇരുട്ടിൽ ചെറു ശബ്ദങ്ങൾ ചിലത് കേട്ടെങ്കിലും ഞാനത് ശ്രദ്ധിക്കാൻ നിന്നില്ല. പിന്നീട് പാലം കടന്ന് ഞാൻ വീട്ടിലെത്തി. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നിന്ന് പ്രഭാത കീർത്തനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി രാവിലെ തന്നെ എണീറ്റ് ക്ഷേത്രത്തിൽ പോയി തിരിച്ചെത്തി. രാവിലെ 8 മണി കഴിഞ്ഞതോടെ വെയിലിന് ചൂടേറി വന്നു. അമ്മത്ത് വന്നു കഴിഞ്ഞെന്നാൽ പഴയ വായനശാലയിലും 2-3 സുഹൃത്തുക്കളുടെയും വീട്ടിൽ പോണമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ കത്തിക്കാളുന്ന ഈ വെയിലത്ത് പുറത്തേക്കിറങ്ങാൻ തോന്നിയതേയില്ല. ഉച്ചയോടടുത്തപ്പോൾ മുതൽ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. കൊതിയോടെ ഞാൻ ആകാശത്തേക്ക് നോക്കി. ഒരു മഴ പെയ്തേക്കുമെന്ന് തോന്നിയെങ്കിലും പടിഞ്ഞാറ് നിന്ന് വീശിയെത്തിയ കാറ്റിൽ ഉരുണ്ടുകൂടിയ മഴമേഘം എങ്ങോട്ടോ നീങ്ങിപ്പോയി. മഴക്കാറ് മാറിയ ആകാശം കണ്ട് ഞാൻ നിരാശയോടെ ഉമ്മറത്തെ വരാന്തയിൽ തൂണും ചാരിയിരുന്നു. പിന്നെയും കാറ്റ് വീശി. വെയിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിന്നു. ഇടയ്ക്ക് വീണ്ടും ആകാശം ഇരുണ്ടു. ചെറിയ ഇടിനാദങ്ങൾ കേട്ടു തുടങ്ങി. ഇനിയും കൊതിപ്പിച്ച് മഴമേഘം കാറ്റിനോടൊപ്പം പാഞ്ഞു പോകുമോ എന്ന് ആശങ്കയോടെ ഞാൻ മുറ്റത്തിറങ്ങി നിന്ന് ആകാശത്തേക്ക് നോക്കി. കരഞ്ഞുകൊണ്ട് പറന്ന് മുന്നേറുന്ന എരണ്ടക്കൂട്ടങ്ങൾ പോയതും വൈഡൂര്യം പോലൊരു മഴത്തുള്ളി എന്റെ കണ്ണിലേക്ക് വീണു. പറഞ്ഞറിയിക്കാനാവാത്തൊരു സുഖം എന്റെ ശരീരമാകെ പടർന്നു. മനസ്സ് തണുത്തു. ദൂരെ നിന്ന് മഴ ഇരമ്പി വന്നു. കാത്തിരുന്ന വേനൽ മഴ ആർത്തിരമ്പി പെയ്തു തുടങ്ങി. തൊടിയിൽ വാടിത്തൂങ്ങി നിന്ന ചെടികളിലെയും ചേമ്പിലെ തലപ്പുകളിലെയും പൊടിയാകെ മഴയിൽ ഒലിച്ചുപോയി. മഴയ്ക്കൊപ്പം ചുറ്റിയിടിച്ച കാറ്റിൽ മണ്ണിന്റെ മണം പടർന്നു. പറമ്പിലെ പച്ചിലക്കൂട്ടങ്ങളിൽ മഴത്തുള്ളികൾ തെന്നിത്തെറിച്ച് വീഴുന്ന ശബ്ദം കേട്ടതോടെ ഞാൻ മുറ്റത്ത് തന്നെ നിന്നു. വേനൽ മഴയിൽ നനഞ്ഞതോടെ വെയിൽ ചൂടേറ്റ എൻ്റെ തല തണുത്തു തുടങ്ങി. ബാലു, അധികം മഴ നനയേണ്ട, അകത്തേക്ക് കയറി പോന്നോളൂ. മുത്തശ്ശിയുടെ സ്നേഹം നിറഞ്ഞ ശാസന കേട്ടതോടെ ചെറിയ കുട്ടിയെപ്പോലെ ഞാൻ മുറ്റത്ത് നിന്ന് മഴ നനയുന്നത് നിർത്തി അകത്തേക്ക് കയറി. അപ്പോൾ തുടങ്ങിയ മഴ പിന്നെ തോർന്നില്ല. മാസങ്ങളോളം വെയിലേറ്റ് വരണ്ട മണ്ണ്
മഴവെള്ളത്തിൽ നനഞ്ഞു കുതിർന്നു. ചൂട് പിടിച്ച അന്തരീക്ഷം ഒന്ന് തണുത്തു. അത്താഴം കഴിഞ്ഞിട്ടും മഴയുടെ താളവും തണുപ്പും ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഇറയത്ത് തന്നെയിരുന്നു. ഇടിനാദങ്ങൾ കനത്തു തുടങ്ങിയതോടെ മുത്തശ്ശി രാമനാമം ജപിക്കാൻ തുടങ്ങി. വെള്ളിമിന്നൽ വെളിച്ചം മുഖത്തേക്ക് പാളി വീണതോടെ നാമം ചൊല്ലിക്കൊണ്ട് തന്നെ മുത്തശ്ശി തന്റെ മുറിയിലേക്ക് പോയി. ഇരുട്ടിന് കട്ടിയേറി വന്നെങ്കിലും മഴയുടെ സുഖമുള്ള തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് ഞാൻ മുത്തശ്ശന്റെ ചാരുകസേരയിൽ കണ്ണടച്ചിരുന്നു. മഴ ഇടക്ക് നേർത്തു, പിന്നെ പൂർവാധികം ശക്തിയോടെ പെയ്തു. നടുക്കം കൊള്ളിച്ച ഒരിടിനാദം കേട്ട് ഞാൻ ഞെട്ടിപ്പിടഞ്ഞെണീറ്റതും ഉടനെ ആരോ ഒരാൾ തിടുക്കത്തിൽ മുറ്റത്തു നിന്ന് അകത്തേക്ക് കയറിയതുപോലെ ഞാൻ കണ്ടു. മുറ്റത്തു നിന്ന് വീശിയ തണുപ്പും കാറ്റിൽ പൂമുഖവാതിൽ ചെറുതായി ശബ്ദമുണ്ടാക്കി. മുത്തശ്ശിയുടെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. വലിയ ഹാളിലും നടുത്തളത്തിലും ആരെയും കാണാതായതോടെ ഞാൻ ഗോവണിപ്പടി കയറി മുകളിലെത്തി. ആ മുറിയും ശൂന്യമായിരുന്നു. കിളിവാതിലിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി. ഓടുപാകിയ പുരപ്പുറത്ത് നിന്ന് മഴവെള്ളം വെള്ളി നൂല് പോലെ താഴേക്കൊഴുകുന്ന കാഴ്ച കണ്ട് കുറച്ചു നേരം ഞാൻ അവിടെ തന്നെ നിന്നു. ലൈറ്റ് അണച്ച് കിടക്കാനൊരുങ്ങിയതും മുറിയുടെ ഒരു മൂലക്ക് ചുമരൻ ചാരി വെളുത്ത ഒരു മേൽരൂപം തലകുനിച്ച് കുത്തിയിരിക്കുന്നു. ആ കാഴ്ച കണ്ട് ഞാൻ അനങ്ങാനാവാതെ കൽത്തൂണ് പോലെ നിന്നടുത്ത് തന്നെ നിന്നുപോയി. ഒച്ച വെച്ച് കരയാൻ ശ്രമിച്ചെങ്കിലും എന്റെ നാവ് അനങ്ങിയില്ല. അടുത്തൊരു മിന്നൽ വെളിച്ചത്തോടെ ആ രൂപം എന്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. വേനൽ മഴയേറ്റ് അനുഭവപ്പെട്ട ആ സുഖമുള്ള കുളിര് ഒരു നിമിഷം കൊണ്ട് അത്യൂഷ്ണമായി മാറി. ഞാൻ ആകെ വിയർത്തു കുളിച്ചു. കണ്ടതെല്ലാം സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാനാവാതെ നിന്ന നിൽപ്പിൽ എന്റെ നോട്ടം കിളിവാതിലൂടെ പുറത്തേക്ക് നീണ്ടു. അകത്തെ മുറിയിൽ കുത്തിയിരുന്ന വെളുത്ത ആൾരൂപം താഴേക്കാവിന് നേർക്ക് നീങ്ങുന്നു. കട്ടിയേറിയ വെളുത്ത പുക പോലുള്ള ആ ആൾരൂപം മെല്ലെ മെല്ലെ കാറ്റിൽ അലിഞ്ഞു ചേർന്നു. അന്നത്തെ രാത്രിയിൽ എനിക്കുറക്കം വന്നില്ല. ഉണർന്നിരുന്നപ്പോൾ കണ്ട ഒരു ദുസ്വപ്നമായി കരുതി ഞാൻ ആ സംഭവം മറക്കാൻ ശ്രമിച്ചു. അടുത്ത ദിവസം അതിരാവിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടാണ് ഞാൻ ഉണർന്നത്. താഴേക്കാവിലെ ഏഴിലമ്പാല പൂത്തിരിക്കുന്നു. കാലം തെറ്റിപ്പൂത്ത ആ പാലമരത്തിന്റെ ശിഖരങ്ങളെ കിളിവാതിലൂടെ ഞാൻ നോക്കി നിന്നു. അതിരാവിലെ കണ്ട ആ കാഴ്ച എന്നെ ഉന്മേഷവാനാക്കി. പല്ല് തേച്ചുകൊണ്ട് കുളിക്കാനുള്ള തോർത്തും സോപ്പും എടുത്ത് കുളക്കടവിലേക്ക് ഞാൻ നടന്നു. ഇടുങ്ങിയ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് ഷവറിന് കീഴെയുള്ള കുളി എനിക്ക് മടുത്തു തുടങ്ങിയിരുന്നു. തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കുളിക്കണം. കുട്ടിക്കാലത്ത് ചാടി മറിഞ്ഞ് എത്രയോ തവണ മുങ്ങിക്കുളിച്ച കുളമാ അത്. എന്റെ കാൽച്ചുവടുകൾക്ക് വേഗത കൂടി. പച്ച പൂപ്പൽ പിടിച്ച കുളപ്പടവുകളിറങ്ങി ഞാൻ കുളത്തിലേക്ക് ഇറങ്ങാനൊരുങ്ങിയതും കുളത്തിലെ ഓളങ്ങൾക്ക് അനക്കമുണ്ടായി. പടവുകളിൽ നിന്ന് അല്പം മാറി ഒരാൾ വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. അരക്ക് മുകളിലുള്ള ഭാഗമാണ് ജലോപരിതലത്തിൽ കാണാൻ കഴിഞ്ഞത്. നനഞ്ഞൊട്ടി വെള്ളത്തിലേക്ക് നീണ്ടുകിടക്കുന്ന മുടിയാൽ ആളുടെ മുഖം വ്യക്തമായില്ല. അതൊരു പെൺകുട്ടിയായിരുന്നു. എന്റെ കാഴ്ച കേട്ടപ്പോൾ അവൾ ഒന്ന് പരിഭ്രമിച്ചു എന്നെനിക്ക് മനസ്സിലായി. അപ്രതീക്ഷിതമായി കുളക്കടവിൽ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഞാനും വല്ലാതെയായി. അവൾ തിടുക്കത്തിൽ മുടി പിന്നിലേക്കിട്ട് നനഞ്ഞ നേരിയത് നേരെയാക്കി കുളപ്പടവുകളിലേക്ക് നടന്നു കയറി. ഞാനവളെ ശ്രദ്ധിക്കാത്ത മട്ടിൽ നിന്നു. കുളപ്പുരയുടെ ആദ്യത്തെ പടവിലെത്തിയപ്പോൾ അവളൊന്ന് തിരിഞ്ഞു നിന്നു. പിന്നെ സംശയത്തോടെ എന്നെ ഒന്ന് നോക്കി. ബാലു എന്നാ വന്നത്? അപരിചിതിയായ ആ പെൺകുട്ടി ഏറെ പരിചയമുള്ളതുപോലെ എന്നോടങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കാകെ അത്ഭുതമായി. തറവാട്ടിൽ വന്നിട്ട് 3-4 ദിവസമായി.
എന്റെ നോട്ടം കണ്ടപ്പോൾ എനിക്കവളെ മനസ്സിലായിട്ടില്ല എന്ന് അവൾ മനസ്സിലാക്കി. ചെറു ചിരിയോടെ അവൾ പറഞ്ഞു, എന്നെ മനസ്സിലായില്ലേ? വിശ്വംഭരൻ പണിക്കന്റെ മകൾ ജാനകി. ജാനകിയോ? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവധിക്കാലം ആഘോഷിക്കാൻ അമ്മാത്ത് വന്ന് നിൽക്കുമ്പോൾ അവളോടൊപ്പം പാടത്തും തൊടിയിലുമായി ഒന്നിച്ച് കളിച്ച് നടന്നതാണ്. അപ്പോഴെല്ലാം അമ്മാവന്റെ മക്കളായ ശ്രീനിവാസനും ഹേമയും കൂടെ ഉണ്ടായിരുന്നു. പെണ്ണങ്ങ് വളർന്നു പോയി. കണ്ടിട്ട് കാലങ്ങളായി. എന്റെ ബാല്യകാല സഖിയെ തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ എനിക്ക് വിഷമമായി. എന്നെ കണ്ടെന്ന കാര്യം ബാലു മുത്തശ്ശിയോട് പറയാൻ നിൽക്കണ്ട. തറവാട്ടുകുളത്തിലിറങ്ങി കുളിച്ചെന്നറിഞ്ഞാൽ മുത്തശ്ശിക്ക് വഴക്കിടാനായി പുതിയൊരു കാരണമാകും. കണ്ണിൽ നിന്ന് മറയും വരെ ഞാൻ ജാനകിയെ നോക്കി നിന്നു. പണ്ട് ഒപ്പം കളിച്ചു നടന്ന ഈർക്കിലി പെൺകുട്ടിയല്ല ഇന്നവൾ. ഏറെ മാറിയിരിക്കുന്നു. കണ്ടാൽ ആരും നോക്കി നിന്നു പോകുന്ന ഒരു സുന്ദരി കുട്ടി. ജാനകി കുളക്കടവിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടും അവിടെ ആകെ നല്ലൊരു വാസന അനുഭവപ്പെട്ടു. കുളത്തിൽ മുങ്ങാങ്കുഴിയിട്ടും തുടിച്ചു പതച്ചും ഞാൻ ഏറെ നേരം ചിലവിട്ടു. കുളി കഴിഞ്ഞ് താഴേക്കാവിലെ സർപ്പദൈവങ്ങളെ ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കണമെന്നൊരു മോഹം എനിക്ക് തോന്നി. ഇന്ന് പുലർക്കാലെ അവിടെ കണ്ട പേടിപ്പെടുത്തുന്ന കാഴ്ചകളെല്ലാം എന്റെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് മനസ്സിനെ ബോധിപ്പിച്ച് ഞാൻ നേരെ കാവിലേക്ക് നടന്നു. ചിത്രകൂടങ്ങൾക്ക് മുന്നിലും സർപ്പദൈവങ്ങൾക്കരികിലും ആരോ തിരിതെളിച്ചിരിക്കുന്നു. കാലുവേദനയുള്ളതുകൊണ്ട് മുത്തശ്ശി കാവിലേക്ക് അധികം വരാറില്ല. ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം കാവിൽ തിരിതെളിച്ചത്. താഴെക്കാവിലേക്ക് പ്രവേശിക്കാൻ 2 വഴികളുണ്ട്. ഒന്ന്, തറവാട് വീടിന്റെ പിറകുവശത്തുള്ള പാലം കടന്ന് അവിടേക്കെത്താം. പക്ഷേ ഇപ്പോൾ ആ വഴി കാട് പിടിച്ചു കിടക്കുകയാണ്. മറ്റൊന്ന്, മെയിൻ റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് നടന്നാൽ കാവെത്തും. വീതിയേറിയ ആ വഴിയിലൂടെയാണ് ഇത്തവണ ഞാൻ കാവിലെത്തിയത്. ചിത്രകൂടങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ച് കൈതൊഴുതു നിന്നപ്പോൾ ഒരു പാദസരക്കിലുക്കം കേട്ടു. പാദസരക്കിലുക്കം കേട്ടാൽ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ആണുങ്ങൾ ആരുമില്ലല്ലോ. സ്വാഭാവികമായി ഞാനും തിരിഞ്ഞു നോക്കി. സർപ്പക്കുളത്തിനടുത്ത് നിൽക്കുന്ന വെള്ള മന്ദാരങ്ങൾക്കരികെ ജാനകി നിൽക്കുന്നു. ഈരൻ മുടിയുടെ തുമ്പ് കെട്ടി നേരിയ ദുടുത്തു നിന്ന ജാനകി ഒറ്റ നോട്ടത്തിൽ തന്നെ എന്റെ മനസ്സിൽ ഇടം പിടിച്ചു. ജാനകി എന്നും ഇവിടെ തൊഴാൻ വരുമോ? എന്റെ ചോദ്യം കേട്ട് അവൾ തലയാട്ടിച്ചിരിച്ചു. കുട്ടിക്കാലത്ത് ജാനകിക്ക് ഇവിടേക്ക് വരാൻ വലിയ ഭയമായിരുന്നല്ലോ. ഇപ്പോൾ ആ ഭയമൊന്നും ആ മുഖത്ത് കാണാനില്ലല്ലോ. ആ പഴയ പേടിയൊക്കെ ഇപ്പോഴില്ല. ഈ ഇടമ എനിക്കിപ്പോൾ ഏറെ ഇഷ്ടം. ഇക്കൊല്ലം ശ്രീനി വരുമോ? ജാനകി സംശയത്തോടെ ചോദിച്ചു. അവനെ നേരിൽ കണ്ടിട്ട് ഒരുപാട് നാളായി. തറവാട്ടിലും താഴേക്കാവിലും ഇക്കൊല്ലം ചില പ്രത്യേക വഴിപാടുകളും പൂജകളുമൊക്കെ ഉണ്ടെന്ന് അറിയിച്ച മുത്തശ്ശി അമ്മാവനും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കുടുംബത്തിലുള്ളവരെല്ലാവരും നിർബന്ധമായും ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്നാ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അവൻ ഇത്തവണ വരുമെന്നാ എനിക്ക് തോന്നുന്നത്. അന്ന് ഒത്തിരി നേരം ഞാൻ ജാനകിയോട് സംസാരിച്ചു. അവളോട് എത്ര സംസാരിച്ചിട്ടും മതി വരാത്തതുപോലെ എനിക്ക് തോന്നി. പിന്നെ അങ്ങോട്ടുള്ള ഓരോ ദിവസവും കാവിലും കുളക്കടവിലും വെച്ച് ഞാൻ ജാനകിയെ വീണ്ടും വീണ്ടും കണ്ടു. ഓരോ തവണ കാണുമ്പോഴും മറ്റൊരു പെണ്ണിനോടും തോന്നാത്ത ഒരിഷ്ടം എനിക്ക് അവളോട് തോന്നാൻ തുടങ്ങി. കുലക്കുലയായി വിടർന്നു നിൽക്കുന്ന വെളുത്ത കുഞ്ഞി പൂവുകൾ നിറഞ്ഞ ഏഴിലമ്പാലയിലേക്ക് ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിന്ന ഒരു രാത്രിയിൽ മുത്തശ്ശി എന്റെ മുറിയിലേക്ക് കയറി വന്നു. വിളിച്ചാൽ ഞാൻ താഴേക്ക് വരുമായിരുന്നല്ലോ. ഈ വയ്യാത്ത കാലം വെച്ച് മുത്തശ്ശി എന്തിനാ ഗോവണിപ്പടി കയറി ഇങ്ങോട്ട് വന്നത്? 1-2 ദിവസം കഴിഞ്ഞാൽ
കാവിലെ പൂജയും കർമ്മങ്ങളും ഒക്കെ തുടങ്ങും. രാജനും കുടുംബവും അടുത്ത് തന്നെ ഇവിടെ എത്തും. ശ്രീനിവാസന് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. തറവാട്ടിലും കാവിലുമായി നടക്കുന്ന ഈ കർമ്മങ്ങൾ കഴിഞ്ഞു വേണം ആ വിവാഹം അങ്ങോട്ട് നടത്താൻ. മുത്തശ്ശി അത് പറഞ്ഞു തീർന്നതും ജനൽപ്പാളികളിലൂടെ ഒരു തണുപ്പൻ കാറ്റ് അകത്തേക്ക് വീശിയെത്തി. പാലപ്പൂക്കളുടെ വാസന നിറഞ്ഞ ആ തണുപ്പൻ കാറ്റ് ഞാൻ ആസ്വദിച്ചപ്പോൾ മുത്തശ്ശിയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയം നിഴലിച്ചു. താഴേക്കാവിലെ ഏഴിലമ്പാല 2 വർഷങ്ങൾക്ക് ശേഷം കാലം തെറ്റി പൂത്തിരിക്കുന്നു. അടുത്താത്തത് എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു. മുത്തശ്ശി ആശങ്കയോടെ പറഞ്ഞു. അതെന്താ മുത്തശ്ശിക്കിപ്പോൾ അങ്ങനെ തോന്നിയത്? കാലാവസ്ഥയിലൊക്കെ വലിയ മാറ്റം വന്നില്ലേ? അതുകൊണ്ടായിരിക്കാം പാലമരം കാലം തെറ്റിപ്പൂത്തത്. നിനക്ക് എന്തറിയാം ബാലു? കർമ്മഫലം അതനുഭവിക്കാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. മുത്തശ്ശി എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇനി എന്തിനാ കുട്ടി പറഞ്ഞിട്ട്? മനസ്സമാധാനം കെടുത്തുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാതിരിക്കുന്നതാ നല്ലത്. അത്താഴം കഴിക്കുന്ന സമയത്തും ഞാൻ മുത്തശ്ശിയോട് പലതും ചോദിച്ചെങ്കിലും മുത്തശ്ശി ഒന്നും തന്നെ വിട്ടു പറഞ്ഞില്ല. വർത്തമാനത്തിനിടയിൽ ജാനകിയോടുള്ള എന്റെ ഇഷ്ടം മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ അവളോട് പോലും തുറന്നു പറയാത്ത ആ ഇഷ്ടം മുത്തശ്ശിയോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. ആദ്യം എന്റെ ഇഷ്ടം അവളോട് പറയാം, എന്നിട്ടാവാം മറ്റുള്ളവരോട്. ഇനി അവൾക്ക് എന്നെ ഇഷ്ടമാകുമോ? എന്റെ ചിന്തകളിലേക്ക് അങ്ങനെ പലതും കടന്നു വന്നു. കിടന്നിട്ട് ഉറക്കം വന്നതേയില്ല. ഇനിയൊരു പക്ഷേ ജാനകി എതിരൊന്നും പറഞ്ഞില്ലെങ്കിലും ഈ ബന്ധത്തെ എന്റെ വീട്ടുകാർ എതിർക്കും, അതുറപ്പാ. വിശ്വംഭരൻ പണിക്കന്റെ മകളെ താഴെത്തറവാട്ടിലെ നായർ കുടുംബത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ കിടക്കയിൽ എണീറ്റിരുന്നു. മുത്തശ്ശിയുടെ മുറിയിലെ പഴയ പെൻഡുലം ക്ലോക്കിൽ 3 മുഴക്കങ്ങൾ കേട്ടു. നേരം പുലരാൻ ഇനിയും സമയമുണ്ട്. ഞാൻ മൊബൈൽ ഫോണിലേക്ക് കണ്ണും നട്ടിരുന്ന ആ നേരത്ത് കോണിപ്പടി കയറി ആരോ വരുന്നത് പോലൊരു ശബ്ദം ഞാൻ വ്യക്തമായി തന്നെ കേട്ടു. വാതിൽ തുറന്ന് അവിടെയെല്ലാം നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. താഴത്തെ മുറിയിൽ മുത്തശ്ശി നല്ല ഉറക്കത്തിലാണ്. പിന്നെ ആരായിരിക്കും പടി കയറി വന്നത്? മെയിൻഡോറും തുറന്ന് ഞാൻ പൂമുഖത്തിണ്ണയിലെത്തി. മുറ്റത്തെ മൂവാണ്ടന്മാവിൽ നിന്ന് രാക്കുയിലിന്റെ കൂകൽ ശബ്ദം കേട്ടു. ഇത്തവണ ഞാൻ ആ പക്ഷിയെ ടോർച്ചിന്റെ വെട്ടത്തിൽ കണ്ടു. മരച്ചില്ലകൾക്കിടയിലിരുന്ന് കൂകിയ ആ പക്ഷി ടോർച്ച് വെട്ടം കണ്ടതോടെ ചിറകടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് താഴേക്കാവിലേക്ക് പറന്നുപോയി. വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ കാവിൽ വിളക്ക് വെട്ടങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. തറവാടിന് പുറകിലുള്ള തടിപ്പാലം കയറി കാട്ടുചെടികൾക്കിടയിലൂടെ ഞാൻ കാവിലെത്തി. അവിടെയുള്ള വിളക്കുകളെല്ലാം തെളിഞ്ഞു നിൽക്കുകയാണ്. കർപ്പൂരഗന്ധം കാറ്റിൽ പടർന്നു. പേരാൾ വൃക്ഷത്തിലെ ഞാന്നു കിടക്കുന്ന നീളൻ വേരുകളെ വകഞ്ഞു മാറ്റി സർപ്പദൈവങ്ങൾക്ക് മുന്നിൽ തിരിതെളിക്കുന്ന ആളെ കണ്ട് ഞാൻ അന്തിച്ചു പോയി. ജാനകി, ഈ നേരത്ത് ബാലു എന്താ ഇവിടെ? വിളക്ക് കത്തിക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. ഈ 3 മണി നേരത്ത് ജാനകി എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് എനിക്കും അറിയേണ്ടത്. കണ്ടില്ലേ വിളക്ക് തെളിക്കുന്നത്? ചില കാര്യങ്ങൾ നടത്തിത്തരാൻ നാഗദൈവങ്ങളോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. ഈ സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇവിടേക്ക് വരാൻ ജാനകിക്ക് പേടിയില്ലേ? എന്റെ ചോദ്യം കേട്ട് അവൾ ചിരിച്ചു.
എന്തിനു പേടിക്കണം? കാവിലെ ദൈവങ്ങൾ എൻ്റെ കൂട്ടിനുള്ളപ്പോൾ എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. പണ്ടത്തെ ആ തൊട്ടവാടി പെൺകുട്ടിക്ക് ഇത്ര ധൈര്യം എവിടുന്ന് വന്നു? ഒന്ന് ഉച്ചത്തിൽ സംസാരിച്ചാൽ കരയുന്ന പെണ്ണായിരുന്നു നീ. കാലം സമ്മാനിച്ച ശക്തി. ഈ ധൈര്യത്തെ ബാലു അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ടവൾ പേരാൽമരത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടന്ന തടിയൻ വേരിലൊന്നിലിരുന്നു. ആ സമയം അവളുടെ നീണ്ട ചുരുണ്ട മുടി നിലത്ത് മുട്ടിക്കിടന്നു. കരിനാഗങ്ങളെപ്പോലെ തിളക്കമുള്ള ആ മുടിപ്പിന്നൽ കണ്ട് ഞാൻ അത്ഭുതം കൊണ്ടു. ഊഞ്ഞാല് പോലുള്ള മറ്റൊരു തടിയൻ വേരിലിരുന്നു കൊണ്ട് ഞാൻ ജാനകിയെ കണ്ണിമ വെട്ടാതെ നോക്കി. ഈയൊരവസരത്തിൽ ജാനകിയോടുള്ള എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. അവളുടെ നോട്ടം എന്റെ മുഖത്തേക്കായിരുന്നു. എന്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ നോട്ടം അതിന്റെ മനസ്സിനെ പോലും ആഴത്തിൽ തൊട്ടു. വലിയൊരു പ്രകാശഗോളത്തിന് മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്കപ്പോൾ അനുഭവപ്പെട്ടത്. കണ്ണഞ്ചിപ്പിക്കുന്ന വെട്ടം, വെളിച്ചമുണ്ടായിട്ടും കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥ. മെല്ലെ മെല്ലെ എന്റെ തുറന്നു പിടിച്ച കണ്ണുകൾക്ക് മുന്നിൽ ഒരു സിനിമ പോലെ ചിലത് തെളിഞ്ഞു വന്നു. കൈകോർത്ത് പിടിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് 4 പേർ നടന്നു വരുന്നു. 4 കുട്ടികൾ. 10ഉം 12ഉം വയസ്സ് തോന്നിപ്പിക്കുന്ന ആ കുട്ടികളിലൊന്ന് ഞാനായിരുന്നു. എന്റെ കയ്യിൽ പിടിച്ചിരുന്നത് ജാനകി. അവളുടെ തൊട്ട് പിന്നാലെ എന്റെ അമ്മാവന്റെ മക്കളായ ശ്രീനിവാസനും ഹേമയും. ആ 4 പേർ ഒന്നിച്ചു കളിക്കുന്നു, ചിരിക്കുന്നു, തമാശകൾ പറയുന്നു. നോക്കി നിൽക്കെ അവർ വളർന്നു. 10ലെ എക്സാം കഴിഞ്ഞ് അമ്മാത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് 3 ആളും ഞാൻ പോകുന്ന കാറിനരികിൽ തന്നെ ഉണ്ടായിരുന്നു. വിട പറയാൻ വല്ലാത്ത പ്രയാസം തോന്നി. എന്തൊക്കെയോ പറയാനായി ജാനകി എന്നെ കൈകാട്ടി വിളിച്ചെങ്കിലും പോകാൻ അമ്മയും അച്ഛനും തിടുക്കം കൂട്ടി. കാർ സ്റ്റാർട്ടായി. പടിക്കെട്ടിന്റെ അരികിൽ നിന്ന ജാനകി ഒരു കടലാസ് കഷ്ണവുമായി എന്റെ അരികിലേക്ക് ഓടിയെത്തുന്നതിന് മുമ്പേ ഞങ്ങളുടെ കാർ അമ്മാത്തെ വീടിന് മുന്നിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. കാറിന്റെ വിൻഡോ ഗ്ലാസ് തള്ളി നീക്കി പുറത്തേക്ക് തലയിട്ട് എത്തി വലിഞ്ഞു നോക്കിയപ്പോഴേക്കും അവൾ ഏറെ അകലെയായി കഴിഞ്ഞിരുന്നു. അന്ന് പോയ ഞാൻ പിന്നീട് ഇപ്പോഴാണ് ഇവിടേക്ക് വന്നത്. വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. പിന്നെയും ചില കാഴ്ചകൾ എന്റെ കൺമുന്നിൽ മിന്നി മറഞ്ഞു. താഴേക്കാവും തറവാട് പരിസരവും അതിൽ തെളിഞ്ഞു വന്നു. കരിവളകൾ കിലുക്കിക്കൊണ്ട് പട്ടുപാവാടയും ബ്ലൗസും അണിഞ്ഞ ഒരു പെൺകുട്ടി മരങ്ങൾക്കിടയിലൂടെ ഓടുന്നു. അവളുടെ പിന്നാലെ പായുന്ന ചെറുപ്പക്കാരനെ എനിക്ക് പരിചയമുണ്ട്. അത് ശ്രീനിയായിരുന്നു. കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന ആ പെൺകുട്ടിയെ അവൻ കടന്നു പിടിച്ചപ്പോഴാണ് എനിക്ക് ആ പെൺകുട്ടിയുടെ മുഖം കാണാൻ കഴിഞ്ഞത്. അവൾ ജാനകിയായിരുന്നു. കുട്ടിക്കാലത്ത് ഒന്നിച്ച് കളിച്ച് നടന്നവൻ അതെല്ലാം മറന്നു. അവൾ അവന് മുന്നിൽ കൈകൾ കുപ്പി കെഞ്ചി. യാതൊരു ദയവും ശ്രീനി അവളോട് കാണിച്ചില്ല. ജാനകി അവന്റെ ബലിഷ്ഠമായ കൈകൾക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു. പിന്നെ കണ്ട കാഴ്ചകൾ എന്റെ കണ്ണ് നനയിച്ചു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും ചോര കിനിയുന്ന മുറിവുകളുമായി ആ പെൺകുട്ടി എവിടേക്കോ നടന്നുപോയി. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തറവാട്ടിലെ പടിപ്പുര കടന്ന് കരഞ്ഞു കലങ്ങിയ മുഖവുമായി ഒരു ദിവസം ജാനകി കയറി വന്നു. തന്നോട് ശ്രീനി കാട്ടിയ ക്രൂരത അമ്മാവനോടവൾ പറഞ്ഞു. എന്തെല്ലാമോ പറഞ്ഞവളെ അമ്മാവൻ അന്ന് മടക്കി അയച്ചു.
തുറന്നു പിടിച്ച കണ്ണിന് മുന്നിലെ മഞ്ഞ വെളിച്ചം പൊടുന്നനെ കത്തി ജ്വലിക്കുന്ന തീനാളമായി മാറി. ആ തീജ്വാലയിൽ ജാനകിയുടെ ഓല വീട് കത്തി അമരുന്നു. ഉയർന്നു പൊങ്ങിയ തീജ്വാലയിൽ നിന്ന് ജാനകിയുടെയും അവളുടെ അച്ഛന്റെയും നിലവിളികൾ ഉയർന്നു കേട്ടു. കത്തിക്കരിഞ്ഞ ഉത്തരക്കോലും തടിത്തൂണുകളും അഗ്നികൂമ്പാരത്തിലേക്ക് നിലംപൊത്തി. പരിസരത്താകമാനം കറുത്ത പുക നിറഞ്ഞു. കാറ്റിൽ കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം പരന്നു. രാപ്പക്ഷികൾ കൂകി അലച്ചുകൊണ്ട് അവിടെ ആകെ വട്ടം ചുറ്റി പറന്നുകൊണ്ടിരുന്നു. ഒരു പാവം പെണ്ണിനെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയ കാര്യം നാട്ടുകാരറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപമാനത്തെ ഭയന്ന് ശ്രീനി തന്നെയായിരുന്നു ആ പാപവും ചെയ്തത്. ജാനകിയുടെ വീടിന് തീയിട്ട് അച്ഛനെയും മകളെയും അതിലിട്ട് ചുട്ടുകൊന്നതും അവനായിരുന്നു. തീപിടുത്തത്തിൽ ജാനകിയും അവളുടെ അച്ഛനും മരിച്ചു എന്ന് മാത്രമേ നാട്ടുകാർക്കറിയൂ. അവരുടെ ആ മരണത്തിൽ ആർക്കും ഒരു സംശയവും തോന്നിയില്ല. കാവലി വിളക്കുതിരികൾ അണഞ്ഞു. എങ്ങും ഇരുട്ടു പടർന്നു. അതുവരെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന പ്രകാശനാളവും എവിടെയോ മറഞ്ഞു. പേരാൽ മരത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടന്ന ഊഞ്ഞാലിപ്പോലുള്ള തടിയൻ വേരുകൾ മാത്രമേ എനിക്ക് മുന്നിലപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. വെളുത്തൊരു രൂപം മുഖച്ചുരുൾ പോലെ പൂത്തു നിൽക്കുന്ന പാലമരത്തിനടുത്തേക്ക് നീങ്ങുന്നതായി കണ്ടെങ്കിലും അതും നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായി. വെട്ടം വീണു തുടങ്ങിയിരുന്നു. കൺമുന്നിൽ തെളിഞ്ഞ കാഴ്ചകളെല്ലാം സത്യമായിരുന്നോ എന്നറിയാൻ ഞാൻ അവിടെ നിന്ന് വേഗം നടന്നു. കാവിന് മുന്നിലുള്ള വഴിയിലൂടെ കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു ചെന്നപ്പോൾ പാത വഴിയിൽ തന്നെ ഞാൻ നിന്നുപോയി. ജാനകിയുടെ വീട് നിന്ന സ്ഥലം ശൂന്യമായിരുന്നു. കരിമണൽ കൂന കണ്ട ആ ഭാഗത്ത് ഒരു പുൽക്കൊടി പോലും മുളച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ കണ്ടതെല്ലാം സത്യമായിരുന്നു. ജാനകി, അവൾ. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പൊടുന്നനെ കരിമണൽ കൂനയുടെ പിന്നിൽ നിന്ന് അസാധാരണ വലിപ്പമുള്ള ഒരു കറുത്ത പൂച്ച ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് എന്റെ മുന്നിലൂടെ പാഞ്ഞുപോയി. അത് റോഡ് മുറിച്ചു കടന്ന് താഴേക്കാവിൽ ഒരു മരത്തിലേക്ക് ചാടിക്കയറി എന്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം കയറ്റിവെച്ചതുപോലെ ആയിരുന്നു എന്റെ അവസ്ഥ. തിരിച്ച് തറവാട്ടിൽ ചെന്നപ്പോൾ മുറ്റത്ത് ഒരു കാർ കിടപ്പുണ്ടായിരുന്നു. രാജനമ്മാവനും കുടുംബവും തറവാട്ടിലെത്തിയെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടിട്ടും ശ്രീനിയുടെയോ അമ്മാവന്റെയോ മുഖത്ത് ആ സന്തോഷമൊന്നും കണ്ടു. അമ്മായിയും ഹേമയും എന്നോട് വിശേഷങ്ങളൊക്കെ തിരക്കി. കുട്ടിക്കാലത്ത് കാട്ടിയ ചില കുറുമ്പുകളൊക്കെ ഹേമ എന്നെ ഓർമ്മപ്പെടുത്തി. അന്ന് അമ്മാത്ത് നിന്ന് ബാലു മടങ്ങിപ്പോയപ്പോൾ ജാനു എത്ര നേരം കരഞ്ഞെന്നോ. പിന്നീടവൾ ഇവിടേക്ക് വന്നിട്ടേയില്ല. 2 വർഷത്തിനു മുമ്പുണ്ടായ തീപിടുത്തത്തിലാ ജാനുവും അവളുടെ അച്ഛനും മരണമടഞ്ഞത്. ജാനകിക്ക് ബാലുവിന് വലിയ ഇഷ്ടമായിരുന്നു. ഇടയ്ക്കൊരു തവണ അവൾ അക്കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ശ്രീനി എൻ്റെ മുന്നിലേക്ക് വന്നതേയില്ല. പലതും എനിക്ക് അവനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ മനഃപൂർവ്വം എൻ്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് എനിക്കിത്തരമൊരു ഇഷ്ടം തോന്നിയത്. അതിങ്ങനെയായി തീരുമെന്ന് ഞാൻ ഓർത്തില്ല. നാളെ നടക്കാൻ പോകുന്ന പൂജാകർമ്മങ്ങളുടെ ഒരുക്കങ്ങൾ താഴെ പന്തലിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും. ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല. ജാനകിക്ക് പറയാനുള്ളതെല്ലാം അവൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. കാലം തെറ്റിപ്പൂത്ത താഴേക്കാവിലെ ഏഴിലം പാലക്കൊമ്പിലേക്കായിരുന്നു എൻ്റെ നോട്ടം. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന കാവ്,
ജാനകി ഈ ലോകം വിട്ടു പോയിട്ടും അവൾ എന്റെ മുന്നിൽ വന്നു. എന്നെ അവൾക്ക് അത്രയ്ക്കിഷ്ടമായിരുന്നു. ഇത്ര നാളുവരെ എനിക്കത് അറിയാൻ കഴിഞ്ഞില്ലല്ലോ. മനസ്സിനെ ബാധിച്ച വേദന മെല്ലെ എന്റെ ശരീരത്തിലേക്കും പടർന്നു തുടങ്ങി. കണ്ണിലേക്ക് ഒരു ഇരുട്ട് ഇരച്ചു കയറി. ആ മണിമുഴക്കം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. മുത്തശ്ശിയുടെ മുറിയിലെ പെൻഡുലം ക്ലോക്കിന്റെ ശബ്ദമായിരുന്നു അത്. 3 മണിയായിരിക്കുന്നു. രാക്കൂലിന്റെ കൂവൽ ശബ്ദം കേട്ടപ്പോഴേ ഞാൻ കിടക്ക വിട്ടെണീറ്റു. താഴേക്കാവിൽ ദീപനാളങ്ങൾ തെളിഞ്ഞു കത്തുന്നത് ഞാൻ ജനാലിലൂടെ കണ്ടു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. കാവിലേക്കൊരു ഓട്ടമായിരുന്നു. ചിത്രകൂടത്തിന് മുന്നിലെ കൽവിളക്കിലെ എല്ലാ വിളക്കുകളും തെളിഞ്ഞ് കത്തി നിൽക്കുന്നു. പാലപ്പൂക്കളുടെ ഉന്മാദഗന്ധം അവിടെ ആകെ നിറഞ്ഞു നിന്നിരുന്നു. സർപ്പക്കുളത്തിന്റെ അരികിലെത്തിയപ്പോഴേക്കും ഞാൻ അനങ്ങാനാവാതെ നിന്നുപോയി. എന്റെ കാലുകൾക്ക് വല്ലാത്തൊരു മരവിപ്പ് ബാധിച്ചു. കുളത്തിന്റെ പടവിലൊന്നിൽ ശ്രീനി വീണു കിടക്കുന്നു. തല ഒരു വശത്തേക്ക് ചെരിഞ്ഞാണിരുന്നത്. അവന്റെ കാലുകളിൽ ചുറ്റിപ്പിണഞ്ഞിരുന്ന കരിനാഗം എന്നെ കണ്ടപ്പോൾ മണം വിടർത്തി നോക്കി. പിന്നെ കുളത്തിലെ വെള്ളത്തിലേക്ക് അതിഴഞ്ഞിറങ്ങി. ശ്രീനിയുടെ വായിൽ നിന്ന് നുരയും പതയും ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അനക്കമറ്റ അവന്റെ ശരീരത്തിലേക്ക് നോക്കി നിന്ന ആ സമയത്ത് ഏഴിലമ്പാലയുടെ ചുവട്ടിൽ നിന്ന് ഒരു പാദസ്വര കിലുക്കം കേട്ട് ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കി. കുളത്തിലേക്ക് ഇഴഞ്ഞിറങ്ങിപ്പോയ കരിനാഗത്തെ ഞാൻ ആ പാലച്ചുവട്ടിൽ കണ്ടു. പേരാളിന്റെ കെട്ടുപിണഞ്ഞ വേരുകളിൽ ഇഴഞ്ഞു കയറിയ നാഗം പെട്ടെന്ന് മറഞ്ഞു. പകരം ഞാനവിടെ കണ്ടത് ജാനകിയെയാണ്. സ്വർണ്ണക്കരയുള്ള സെറ്റുടുത്ത് നിലമുട്ടുന്ന മുടി പിന്നിലുള്ള ജാനകി എന്നെ നോക്കി ചിരിച്ചു. പക അതവൾ വീട്ടിയിരിക്കുന്നു. അവളെയും അവളുടെ അച്ഛനെയും ഇല്ലാതാക്കിയ ആളെ അവളും ഇല്ലാതാക്കി. പൂത്തുലഞ്ഞു നിന്ന ഏഴിലം പാലയിൽ നിന്ന് വെള്ള അരിപ്പൂക്കൾ ഒരു മഴയായി താഴേക്ക് പെയ്തു. ആ പൂമഴയിൽ ജാനകിയുടെ സുന്ദരമായ രൂപം എന്റെ കൺമുന്നിൽ നിന്ന് മെല്ലെ മെല്ലെ മറഞ്ഞുപോയി. കാവിലെ വിളക്കുകളെല്ലാം അണഞ്ഞു. എങ്ങും ഇരുട്ടു മാത്രമായി. കുറേ നാളുകളായിട്ട് ഒരു വിളക്ക് പോലും തെളിക്കാത്ത കാവായിട്ടാണ് പിന്നെ താഴേക്കാവ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. വള്ളിപ്പടർപ്പുകൾ കയറി കാണാനാകാത്ത വിധം ചിത്രകൂടങ്ങൾ മറഞ്ഞു പോയിരിക്കുന്നു. കാവിലേക്കുള്ള വഴി പോലും പുല്ലും മേഞ്ഞ് മൂടിക്കിടക്കുന്നു. തറവാട്ടിൽ നടന്ന പൂജാകർമ്മങ്ങളിൽ ശ്രീനിയെ കാണാതായതോടെ എല്ലാവരും അവനെ തിരഞ്ഞു തുടങ്ങി. ഒടുവിൽ വിഷം തീണ്ടി മരിച്ച നിലയിൽ ശ്രീനിയെ അവർ താഴേക്കാവിൽ നിന്ന് കണ്ടെത്തി. പൂജാകർമ്മത്തിൽ പങ്കെടുക്കാൻ വന്നവരെല്ലാം ശ്രീനിവാസന്റെ മരണാനന്തര കർമ്മങ്ങൾ പങ്കെടുത്താണ് മടങ്ങിപ്പോയത്. അവധി തീർന്നതോടെ തറവാട്ടിൽ നിന്ന് ഞാനും പടിയിറങ്ങി. കാറിൽ കയറുന്നതിനു മുമ്പായി ഹേമ ഒരു കടലാസ് തുണ്ട് എൻ്റെ കയ്യിലേൽപ്പിച്ചു. ഏറെ പഴക്കം ചെന്ന ആ കടലാസ് തുണ്ടിൽ ജാനകിയുടെ കയ്യെഴുത്തായിരുന്നു. എനിക്ക് ബാലുവിനെ ഇഷ്ടമാണ്. ആ ഒറ്റ വരി വായിച്ച് എൻ്റെ കണ്ണു നനഞ്ഞു. മുത്തശ്ശിയോട് വിട പറഞ്ഞു പോകാനിറങ്ങിയ സമയത്ത് ആകാശം ഇരുണ്ട് കറുത്തു. ചെറിയ ഇടിനാദങ്ങൾ കേട്ട് ഞാൻ ആകാശത്തേക്ക് നോക്കി. ഉരുണ്ടു കൂടിയ കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശത്ത് നിന്ന് ഒരു മഴത്തുള്ളി എൻ്റെ മുഖത്തേക്ക് പതിച്ചു. ഒന്നിന് പിന്നാലെ ഒന്നായി മഴത്തുള്ളികൾ പെയ്തിറങ്ങി. ആ വേനൽ മഴയുടെ കുളിര് എൻ്റെ ശരീരത്തിൽ പടർന്നു കയറി.
നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധം കാറ്റിൽ വട്ടം ചുറ്റി. ജാനകിയുടെ സാമീപ്യം ആ സമയം എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. കാലം തെറ്റിപ്പൂത്ത ഏഴിലും പാല പിന്നീട് ഒരിക്കലും പൂത്തില്ല.